ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ഈ ദൈവസഭയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് പല സഭകളിലും കിട്ടാറില്ല. ഞാൻ ഇങ്ങനെ ബിജു പാസ്റ്റർ എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. അദ്ദേഹമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു 15-16 വർഷത്തെ ജീവനോടെ പഠിക്കാൻ വന്നപ്പോൾ മുതലുള്ള സ്നേഹവും പരിചയവും അന്ന് മുതൽ ആ ബന്ധവും സ്നേഹവും പുലർത്തുവാനും പരസ്പരം ബഹുമാനത്തോടെ ഇതുവരെയും ആയിരിക്കാനും കർത്താവ് തന്ന സ്നേഹത്തിൻ്റെ അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അടുത്ത ഞായറാഴ്ച ഇവിടെ ഞങ്ങളുണ്ട്, പക്ഷേ ഈ അടുത്ത ഞായറാഴ്ച ഞാൻ ഈ ചർച്ചിലില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഔദ്യോഗികമായിട്ട് വിട ചൊല്ലുകയാണ്. ഇപ്പോൾ ഈ സമയത്തെ ഞങ്ങളെ സ്വീകരിച്ചവരുണ്ട്, ഭവനത്തിൽ കൈക്കൊണ്ട് ഞങ്ങൾക്ക് സൽക്കാരങ്ങൾ നൽകിയവരുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ നൽകിയവരുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ കുറച്ച് ബ്രോഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ റിനോജിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോയി, എനിക്കൊരു ശുശ്രൂഷയുടെ ഉള്ളതുകൊണ്ട് നിങ്ങളത് മേടിച്ച് നിങ്ങളുടെ ബൈബിളിൽ വെച്ച് ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, സഭയുടെയൊക്കെ പ്രാർത്ഥനയിൽ അത് ഓർക്കുക. എനിക്കിവിടെ വന്നത് വളരെ സന്തോഷമായിരുന്നു. ഈ ആരാധനയിൽ ഇത്രയും ദിവസം പങ്കെടുത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 പ്രത്യേകതകൾ ഞാനിവിടെ സഭയിൽ കണ്ടത്. എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശയുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ദൈവവചന പ്രമാണം അതിനാണ്. നമ്മൾ കൂടി വരുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെ ധ്യാനിക്കുവാൻ മാത്രമാണ് നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുന്നത്. പക്ഷെ പാട്ട് പാടുന്ന പരിപാടിയായിട്ട് സഭാരാധനകൾ പലയിടത്തും അവതരിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ സഭകളിലൊക്കെ കമ്മിറ്റികളാണ് പലതും നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ തിയോക്രാറ്റിക് സിസ്റ്റം ഒന്നും അല്ല നമ്മുടെ സഭകൾ. ഇവിടെയൊക്കെ ആ സിസ്റ്റം കർത്താവിൻ്റെ ദാസൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ദൈവം കൊടുത്ത കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എനിക്കിവിടുത്തെ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ യേശുക്രിസ്തുവിനെ, പ്രത്യേകിച്ച് കർത്തൃമേശയുള്ള ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനെയും ക്രൂശിനെയും ധ്യാനിക്കുന്ന പാട്ടുകൾ പാടുന്നത് വളരെ അഭികാമ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല സഭകളിലും ഞാൻ പോകുമ്പോൾ ഈ മോട്ടിവേഷണൽ പാട്ടുകളാണ് പാടുന്നത്. മോട്ടിവേഷൻ, അത് ഞാൻ കടമേടിക്കത്തില്ല, ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ ഭാര്യയും പിള്ളേരും കഴിക്കും എന്നൊക്കെ പറയുന്ന ആ മോട്ടിവേഷൻ നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ നമ്മൾ കൂടി വരുമ്പോൾ യേശുക്രിസ്തുവിനെ ഓർത്തില്ലെങ്കിൽ നമ്മൾ എന്തുവാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കർത്തൃമേശയുള്ള ദിവസങ്ങളിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ പാടുന്നതായിരിക്കും അഭികാമ്യം. ക്രൂശിനെ ധ്യാനിക്കുന്ന ചിന്തകളായിരിക്കണം നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത്. അത് നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സാധ്യതകൾ വളരെ ആണ്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ നിങ്ങളുടെ കൺവെൻഷൻ്റെയൊക്കെ ഫണ്ട് ബാലൻസ് വരുമ്പോൾ നാട്ടിൽ ശുശ്രൂഷയ്ക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പരിഗണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ അവിടെ ഞങ്ങൾക്ക് ഏകദേശം 8 സ്റ്റാഫുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഒരു വണ്ടിയുണ്ട്, ഓഫീസുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒരു സിംഗിൾ പൈസ ഞാനിങ്ങോട്ട് എടുത്തിട്ടില്ല. മറിച്ച് ഒരു 3 മില്യൺ 30 ലക്ഷം രൂപ എൻ്റെ റെസീറ്റ് എഴുതി ഞാൻ ഈ പ്രവർത്തനത്തിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് തന്ന നന്മയിൽ നിന്ന് അങ്ങനെ ചെയ്താണ്. വളരെ സാധുക്കളായ ആൾക്കാരാണ് അവിടെ ഈ പ്രവർത്തിക്കുന്നത്. കൂടുതൽ ഒരു കർത്താവിൻ്റെ ദാസന് 2 മക്കളുണ്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചു, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ട് കരഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, മക്കളെ ഇച്ചിരി കോഴിയിറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചു കൊടുക്കാൻ നിർവാഹമില്ല, അഞ്ഞോട്ട് കണ്ടെത്തിപ്പോയി ഒരു മുണ്ടിയെ പിടിച്ച് കണ്ടിച്ച് കോഴിക്കറിയാന്ന് പറഞ്ഞ് അവർ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ളവരും നമ്മുടെ ഇടയിൽ കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണം. വ്യക്തിപരമായി വരുന്ന ഒരാൾക്ക്, ഞാൻ ഒരു 10-20 വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ്. 3-4 മാസം എൻ്റെ വീട്ടിൽ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ശുശ്രൂഷയ്ക്ക് അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പം കൊട്ടാരം പോലത്തെ വീട് വെച്ച്, തോട്ടം മേടിച്ച്, സൂപ്പർ മാർക്കറ്റ് മേടിച്ച് നിൽക്കുന്ന പാസ്റ്റർമാരെ കാണുമ്പോൾ ഞാൻ നോക്കട്ടെ, ഈ കൊടുത്ത പൈസ മുഴുവൻ സ്വർഗത്തിലൊരു പൈസ പോലും എനിക്കും കിട്ടത്തില്ലല്ലോ. കാരണം പലപ്പോഴും പലരും ഒരു കർത്താവിൻ്റെ ദാസനെ ഞാൻ 80കളിൽ ഞാൻ ആ സാറിൻ്റെ വീട്ടിൽ ചെന്ന്, ഭർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ ഒരു കസേര തരാനില്ല. അദ്ദേഹം ഒരു പുൽപ്പ വിരിച്ച്
ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ വന്ന് പറഞ്ഞ, എടാ നീ അവനെ ഒന്ന് കൊണ്ടുപോകും, ഗൾഫിൽ കൊണ്ടുപോയി അവന് ഇച്ചിരി പൈസ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അമ്മ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്നത്തെ കാലത്ത് എയർ ഇന്ത്യക്ക് 15,000 രൂപ ടിക്കറ്റ് എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച്, പിന്നെ പുള്ളി സ്ഥിരം ഗൾഫ് സന്ദർശനമായി മാറി. 3 വീട് ഇപ്പം പുള്ളിക്കൊണ്ടെന്നറിയും. ആ പുള്ളിയെ കൊണ്ടുപോയി എനിക്ക് ഒരു ചെറിയ ഒരു സാമാന്യം 4 ബെഡ്റൂം ഒരു വീടേ ഉള്ളൂ. പുള്ളിക്ക് ഇന്നോവ കാറും എല്ലാം. നമ്മൾ പറയുന്നത് പല പണങ്ങളും നമ്മൾ കൊടുക്കുന്നത് എൻഡ് യൂസ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല. പലരുടെയും വിഷൻ കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. പണം ഉണ്ടാക്കുന്ന ഒരു മാർഗം, ഏറ്റവും മേലനങ്ങാതെ പണം ഉണ്ടാക്കാവുന്ന ഒരു മാർഗമായി നമ്മുടെ നാട്ടിൽ ഇത് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബി കെയർഫുൾ. ഞാൻ നിങ്ങളെ വിലക്കുന്നില്ല. ഒരാൾ കുഞ്ഞിനെ കെട്ടിക്കാൻ നിർവാഹമില്ല, വീടില്ല, വന്ന് ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങളൊരു പണം കൊടുക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ഇതൊരു സ്ഥിരം ഏർപ്പാടാകുമ്പോൾ ഓർക്കണം, പണമാണ് പിന്നിൽ നിന്നുള്ളത്. കബളിപ്പിക്കപ്പെടരുത്. നാം അധ്വാനിക്കുന്ന, നിങ്ങളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുണ്ടാക്കുന്ന പണം ആരെങ്കിലും കൊണ്ട് ദൂർത്തടിക്കാൻ ഇടയാകല്ലേ, സുവിശേഷത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനമാണല്ലോ ഞങ്ങൾ 25 വർഷമായിട്ട് ചെയ്യുന്നത്. നല്ല ആടിനെ വളർത്തിയാൽ പാല് കിട്ടും, കുഞ്ഞാടിനെ വളർത്തിയാൽ ഒന്നും കിട്ടത്തില്ല. കുഞ്ഞാടിനെ പാല് കറക്കാനില്ല, അതിനെ പിന്നെ കണ്ടിക്കേണ്ടി വരും. പലരും കണ്ടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിക്കാറില്ല. നമ്മളതിനെ വളർത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സാമ്പത്തിക സഹായം ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ബൈബിളിൽ ഞാൻ വെച്ചിരിക്കുന്ന ആ ബ്രോഷർ വെക്ക് വല്ലപ്പോഴും പ്രാർത്ഥിക്കുക. ഈ പ്രവർത്തനത്തിൽ കൂടെ 10,000 കണക്കിന് കുഞ്ഞുങ്ങൾ യേശുവിനെ കാണാറുണ്ട്. ജീവനൊക്കെ കൂടെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ UK ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂം ലൈൻ നടത്തിയപ്പോൾ അതിലൊരു പയ്യൻ പറയുന്ന സാക്ഷ്യം കേട്ട് എനിക്ക് അദ്ദേഹം തോന്നി. കോട്ടയത്തുള്ള പുള്ളി രക്ഷിക്കപ്പെട്ടത് തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു VBSലാണ്. പുള്ളി ഇപ്പോൾ ഇവിടെ ഒരു പാസ്റ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുക ഈ തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഉണ്ടായെന്നുള്ളത്. കാരണം പുള്ളിക്ക് അറിയത്തില്ല ഇതിൻ്റെ പ്രവർത്തിച്ചവർ. നമ്മളാരും ഫോട്ടോ പത്രത്തിൽ ഇടാറില്ല, ഫ്ലെക്സ് അടിക്കാറില്ല, നോട്ടീസ് അടിക്കാറില്ല, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ആരും സ്റ്റേജിൽ ഇരിക്കാറില്ല. കർത്താവിൻ്റെ രാജ്യം മാത്രം വിസ്തരപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ചിന്ത പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിൽ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ദൈവകൃപ കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ ഇടയാകണം. ദൈവകൃപ കാണാൻ കഴിയുന്നൊരു സാധനമാണ്. ഈ സഭയിൽ വന്ന ഒരാൾക്ക് ദൈവകൃപ ഫീല് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ചില സഭകളിൽ ചെന്നാൽ നമുക്ക് ഉള്ള ദൈവകൃപയുടെ ചോർന്നു പോകുന്ന പോലെ തോന്നും. പക്ഷെ ദൈവകൃപ കണ്ട് സന്തോഷിക്കുന്ന ഒരു വിശാല ഹൃദയം. ഇവിടെ ഈ പോയ പുള്ളിയുടെ പേര് ബർന്നബാസ് എന്നാണ്. ബർന്നബാസ് തുടങ്ങിയ സഭയല്ല. ബർന്നബാസ് അവിടെ പോയി അധ്വാനിച്ചില്ല. ഇവിടെ ഒരു ഉണർവ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ടിന് വേണ്ടി സെൻട്രൽ കൗൺസിൽ വിട്ടതാണ് ഇദ്ദേഹത്തെ. യെരൂശലേമിൽ നിന്ന് ഇദ്ദേഹത്തെ ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷന് വേണ്ടി വിട്ടതാ. പോയി കണ്ടുപിടിക്ക് അവിടെ നടക്കുന്ന ഉണർവ് ശരിയാണോ, ജസ്റ്റ് പാട്ട് മാത്രമേ ഉള്ളോ, ഉണർവുണ്ടോ എന്ന് പോയി അന്വേഷിച്ചിട്ട് പോയപ്പോൾ അദ്ദേഹം പറയാണ്, അവിടെ ചെന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരുന്നു. സന്തോഷം പല രീതിയിലാണ്. സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 4-ാം അധ്യായത്തിലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ സന്തോഷിച്ചു. ചിലർക്ക് ധാന്യവും വീഞ്ഞും ബാങ്കിൽ ഡെപ്പോസിറ്റ് വരുമ്പോഴാണ് ചിലർക്ക് സന്തോഷം. ചിലർക്ക് ഷെയറിന്റെ വില കൂടുമ്പോഴാണ് പലർക്കും സന്തോഷം. പക്ഷേ ഒന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടാണ്. ഞാനിവിടെ പറഞ്ഞു തന്നറിയത്തില്ല. ഒരാളെ ഈ മാർച്ച് 31 പത്രത്തിന്റെ കാര്യം പറഞ്ഞ് ഞാനിവിടെ പറഞ്ഞു എന്ന് ഓർമ്മയില്ല. ഞാൻ പലയിടത്തും പ്രസംഗിക്കുന്നുണ്ട്, ചിലപ്പോൾ എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്തെന്നറിയത്തില്ല. ഒരാൾ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മാർച്ച് 31 മനോരമ കാണണമെന്ന് പറഞ്ഞു. അപ്പം ദൈവം ചോദിച്ചേടാ, എന്തിനാ ഈ മാർച്ച് 31 മനോരമ തന്നെ കാണണ്ടേ? അത് ഒത്തിരി നിർബന്ധിച്ചവൻ ദൈവത്തോട് പുള്ളി പറഞ്ഞു, ഞാൻ കുറേ ഷെയർ എടുത്തിട്ടുണ്ട്, കമ്പനികളുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് മാർച്ച് 30 അപ്പോൾ എൻ്റെ ഷെയറിൻ്റെ വില എത്ര ആയെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, നീ അത് കാണാൻ എന്നോട് നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഭാവനയാണ്. എന്തായാലും ദൈവത്തെ നിർബന്ധിച്ച് പുള്ളിക്ക് പത്രം കൊടുത്തു. പുള്ളി ഇങ്ങനെ മറിച്ച് വന്ന് 8-ാമത്തെ പേജ് വന്നപ്പം ഒരു പരിചയമുള്ള ഒരു ഫോട്ടോ, 40-ാം ജന്മദിനമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ പുള്ളിയുടെ തന്നെ ഫോട്ടോയാണ്. മനസ്സിലാകണം.
പലപ്പോഴും നമ്മൾ ഭാവിയെ ഒത്തിരി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, സന്തോഷിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നതിൽ മാത്രമല്ല, ദൈവം നമുക്ക് തന്നതിൽ സന്തോഷിപ്പാൻ. കർത്താവ് സന്തോഷിക്കുന്നതിനെ പറ്റി ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിലെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തരുന്നു. 20-ാം വാക്യം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പി. പലപ്പോഴും ഈ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിൽ നമുക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാവുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വീട് കിട്ടുമ്പോൾ, കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തുമ്പോൾ, ഒരു വാഹനം നല്ലത് മേടിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അപ്പൊ കർത്താവ് പറയാണ്, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയതിൽ സന്തോഷിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ സന്തോഷം കണക്കാക്കുമ്പോൾ ദൈവത്തിന് ഈ ഭൂതത്തെ, നമ്മുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ, ഞാനൊരു 50 വർഷമായി ബന്ധുക്കോസിലുള്ള ആളാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ സഭാ ഹോളിൽ ഭൂതമൊക്കെ ഇളകിയിട്ട് ഇങ്ങനെ ഉരുണ്ട് സഭാ ഹോളിൻ്റെ അവസാനം വരെ പോവുകയും ശാസിച്ച് ഭൂതം വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പം എന്തായാലും ഭൂതങ്ങളുടെ പരിപാടി കുറവാണ്. ഭൂതങ്ങളുടെ എണ്ണം കുറഞ്ഞോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. ഭൂതങ്ങളുടെ പരിപാടി നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. എല്ലാവർക്കും പേടിയാണോ കൊണ്ടാണോ സംഭവിക്കാത്തതെന്ന് അറിയത്തില്ല. പക്ഷെ ഭൂതങ്ങളുടെ കണക്ക് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാരണം ഈ ശുശ്രൂഷ ചെയ്യാൻ പലരും തയ്യാറല്ല. രോഗസൗഖ്യം കൊടുക്കാൻ, അതിൻ്റെ അർത്ഥം രോഗസൗഖ്യം ഇല്ല എന്നുള്ളതല്ല. രോഗസൗഖ്യം ഇന്നും മനുഷ്യർക്ക് കിട്ടുന്ന കാര്യം. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന് മർത്തോമാ സഭയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലൊരു രോഗ പ്രയാസം വന്നപ്പോൾ ഒരു പാസ്റ്റർ വന്നിട്ട് എല്ലാം മരുന്നും എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് 3 ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഉപവസിച്ചു. നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്നൊരു പാസ്റ്ററാണ്, നമ്മുടെ ഈ പെണ്ണിക്കുളത്തുള്ള പാട്ടുപാടുന്ന അവരുണ്ടല്ലോ, അവരുടെ പിതാവാണ്, PV എബ്രഹാം എന്ന് പറയുന്ന പാസ്റ്ററാണ്. അദ്ദേഹം വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം ഉണ്ടായി. രോഗസൗഖ്യം വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, അതൊക്കെ പഴഞ്ചനായോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അതുകൊണ്ട് രോഗസൗഖ്യം ഉണ്ടാകുന്നതിലോ ഭൂതങ്ങൾ വിട്ടുപോകുന്നതിലോ അല്ല സന്തോഷിക്കണ്ടേ. അതിൻ്റെ അർത്ഥം ഇതില്ല എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ അതില്ല എന്ന് ചിന്തിക്കാറുണ്ട്. അതില്ല എന്നുള്ളതല്ല, പ്രയോറിറ്റി റീസെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ സഭകളിലും നമ്മുടെ കൂടിവരവുകളിലും പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്കും പാസ്റ്റർമാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ രോഗസൗഖ്യവും ഈ ഭൂതസൗഖ്യവും ഒക്കെ പലരും ഫേസ്ബുക്കിലും മറ്റും ആക്ടിങ് ആണെന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ അദ്ദേഹം എന്ന് അറിയാമോ? ഇതിൻ്റെ ഒറിജിനൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യാൻ മടിക്കുന്നത് കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റുകാർ അതിന്മേൽ കയറി കളിക്കുക. 30 രൂപയുടെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടില്ല. എന്താ കാര്യം? 30ന്റെ ഒറിജിനൽ ഇല്ല. അതുകൊണ്ടാണ് 30ന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആരും പ്രിന്റ് ചെയ്യാതെ. അവനെ പെട്ടെന്ന് പിടിക്കും, പിറ്റേ ദിവസം പോലീസ് പിടിക്കും. 30ന്റെ നോട്ട് അടിച്ചാൽ പിറ്റേ ദിവസം അവനെ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അവനെ പിറ്റേ ദിവസം പോലീസ് പിടിക്കും. അപ്പം നമ്മളെ പലപ്പോഴും ഈ ഡ്യൂപ്ലിക്കേറ്റുകാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒറിജിനലായ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ പ്രിയ ദേവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ചുമ്മാതാണെങ്കിലും പ്രാർത്ഥിക്കുന്ന പുള്ളി പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. PG വർഗീസിന്റെ ഒരു പുസ്തകത്തിൽ അതിങ്ങനെ അദ്ദേഹം എഴുതിയിട്ട് ഞാൻ വായിച്ചു. നിങ്ങൾക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാനാണ് പുള്ളി പറയുന്നത്. ഒരു സംഭവിച്ചുകൂടെയില്ല. ഈ ലോ ഓഫ് പ്രോബബിലിറ്റി ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ദൈവകൃപയുണ്ടോ? ഏത് വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക, റിസൾട്ട് തരുന്ന ദൈവമാണ്. അപ്പം ഈ സന്തോഷിക്കുന്ന ഈ പിശാചിന്റെ പ്രവർത്തനം ഇന്ന് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ഗുണ്ടായുസവും. നിങ്ങൾ പരസ്യയോഗങ്ങൾ നടത്തുന്ന നാട്ടിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഞാൻ ഒരുപാട് വർഷം ഈ കോവിഡിൻ്റെ കാലഘട്ടം മുഴുവൻ ഞങ്ങൾ പരസ്യയോഗം നടത്തി. ഈ പരസ്യയോഗത്തിന് പോകുമ്പം നമ്മളെ വിലക്കും,
നമ്മളെ അടിക്കാൻ വരും, ചീത്ത വിളിക്കും. ഇതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളാണ്. പലപ്പോഴും നമ്മൾ അവരെ കാണുമ്പം ഇവൻ രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഇത് ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്നുള്ളതിൻ്റെ തന്നെ അർത്ഥം ഭ്രാന്ത് മാറുക എന്നാണ്. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ നമ്മൾ വായിച്ചാൽ ഭ്രാന്ത് മാറുക എന്നാണ്. അപ്പം ഭ്രാന്ത് മാറാത്തത് കൊണ്ടാണ് പുള്ളി നമ്മളെ അടിക്കാൻ വരുന്നത്. അപ്പം പിശാചിൻ്റെ പ്രവൃത്തികളെ കണ്ട് നമുക്കതിനോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. പണ്ട് കൺവെൻഷനിൽ ആരുടെയും ഫോട്ടോ വെക്കാറില്ലായിരുന്നു, ആരുടെയും പേര് വലുതായിട്ട് വെക്കാറില്ലായിരുന്നു. കൺവെൻഷനും ദൈവവചന ശുശ്രൂഷയും രോഗശാന്തിയെന്നേ വെക്കാറുള്ളായിരുന്നു. ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാളെ പേഴ്സണലൈസ് ചെയ്യുന്നതെന്ന് ഞാൻ അതിനെ വിമർശിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും കൺവെൻഷനും രോഗശാന്തിയും ഒക്കെ ആ രീതിയിൽ നടന്നൊരു കാലഘട്ടത്തിലാണ് പെന്തക്കോസ് വളർന്നത്. ആർക്കും ഒരു വ്യക്തിമഹത്വം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നു, അത് ഏറ്റുപറയുന്നു, മൈക്കില്ലായിരുന്നു, ഓർഗനില്ലായിരുന്നു. ഇതൊക്കെ നമുക്കിപ്പം കിട്ടി, ഒരു പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ദൈവവചനം അതിൻ്റെ കലർപ്പില്ലാതെ പറയുവാനും ദൈവവചനത്തിൽ കൂടെയുള്ള രോഗസൗഖ്യം കിട്ടുവാനും ഇവിടെ ആയിത്തീരട്ടെ. കേരളത്തിലെ നമ്മുടെ ഇവിടെ വരുന്ന സുരേഷ് ബാബുവിൻ്റെ ഞങ്ങൾ ഒരിക്കൽ ഒരു വീട് കയറി ട്രാക്ട് കൊടുത്തപ്പം ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. സുരേഷ് ബാബു പ്രാർത്ഥിച്ച് പുള്ളിക്കാരുടെ ഈ കാലയിലെ മാംസം മുഴുവൻ ഇളകിപ്പോയതാ, അത് കിളിച്ചു വന്നു, അങ്ങനെ അവർ വിശ്വാസത്തിൽ വന്നു എന്ന് പറയാനിടയിൽ. അപ്പം ഒരു വ്യക്തിയെ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ പൊതുവിൽ കണ്ടുവരുന്ന ചില അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യക്തി കേന്ദ്രീകൃതമായി മാറി സുവിശേഷം അത് മാറ്റിയെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളെ കൊണ്ടൊന്നും പെട്ടെന്നൊന്നും സാധിക്കത്തില്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടി സാധിക്കുന്നത്. വചനം പറയുന്നവർ മാത്രമായി തീരുകയാണ് ഇന്ന് പലപ്പോഴും. വചനം മാത്രം പറയുന്നതുകൊണ്ട് ശുശ്രൂഷ ഉണ്ടാകാം. ചിലപ്പം തിയോളജി ഒരു 50 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പ് PhD നമ്മുടെ ഇടയിൽ കുറവായിരുന്നു. നമ്മുടെ നാട്ടിൽ MDH പക്ഷേ പെന്തക്കോസ്തിലോട്ടുള്ള ഒഴുക്ക് വളരെ കൂടിക്കൊണ്ടിരുന്നു. ഞാൻ പോകുന്ന സഭയിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഒരു 80%. ഒരു 10-15 വർഷം കഴിയുമ്പോൾ ആ സഭയൊക്കെ ശുഷ്കിക്കാൻ സാധിക്കും. പെന്തക്കോസ്തിൻ്റെ മാത്രമല്ല ക്രിസ്തീയ സഭകളെ മൈനോറിറ്റി ആകുമെന്നാണ് പറയുന്നത് 2050 ആകുമ്പോൾ. 2010 ഉണ്ടായിരുന്നതിൻ്റെ പാതി ജനസംഖ്യ ഇപ്പം കേരളത്തിൽ ക്രിസ്ത്യാനികളുള്ളൂ. ടു ബി കെയർഫുൾ. ഭാരതത്തിൽ സുവിശേഷം എത്തണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത്, നമ്മുടെ ഭാരതത്തിൽ ജനിച്ചുകൊണ്ട് ഭാരതത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പണ്ട് ബില്ലിഗ്രാം പറഞ്ഞു, അമേരിക്ക നശിച്ചാൽ ദൈവം എന്നോട് ചോദിക്കും, കാരണം ഞാൻ അമേരിക്കയിൽ ജനിച്ച ആളായതുകൊണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ പറയാണ്. ചിലർ ഈ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, കാരണം പേടിയാ. ചിലർ ഈ ഭൂതമൊക്കെ ഇളകുമ്പോൾ ഭയങ്കര സ്തോത്രം പറച്ചില്ല. മുളക്കൽ സഭയിൽ പണ്ടൊരിക്കൽ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ബൈബിൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങളുടെ സഭാഹോളിലാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വന്ന് രാത്രി ഒത്തിരി നേരം പ്രാർത്ഥിച്ച്, അന്ന് അവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചൊക്കെ അടക്കമൊക്കെ നടന്നു. പുള്ളി രാത്രി ഭയങ്കര അരച്ചില്, കാരണം ഹല്ലേലൂയ സ്തോത്രമാണ് പറയുന്നത്. പേടിച്ച് ഹല്ലേലൂയ സ്തോത്രം പറയുന്നതിനേക്കാൾ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഇത്. കൂനിയായ സ്ത്രീയെ ദേവാലയത്തിൽ പെട്ടപ്പോൾ നമ്മൾ ഇന്നായിരുന്നെങ്കിൽ സ്കാനിങ്ങിന് റെക്കമെൻഡ് ചെയ്തേനെ. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? ഇത് പിശാചിൻ്റെ ബന്ധനമാണെന്ന്. പിശാചിൻ്റെ ബന്ധനം അഴിക്കുവാനാണ് കർത്താവ് വന്നത്. രോഗശാന്തി ശുശ്രൂഷയും ദൈവവചന ശുശ്രൂഷയും ഒരുപോലെ പോകുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. സഭകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വരുമ്പോൾ, രോഗസൗഖ്യം ആവശ്യമുള്ളവർ വരുമ്പോൾ ദൈവദാസന്മാർ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമ്മുടെ ഇടകളിലുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന കൊണ്ട് ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാനാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ അതിൻ്റെ 11-ാമത്തെ വാക്യം. അല്ല, അതിൻ്റെ 15-ാം വാക്യം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് 15-ാം വാക്യം. ഓക്കെ, അതെ. 10
കുഷ്ഠരോഗികൾ, പനിയല്ല, 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് സൗഖ്യത്തിന് വേണ്ടി പറഞ്ഞു. സൗഖ്യം കിട്ടിയതിൽ ഒരാള്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി, അന്നത്തെ കാലത്ത് ഡെർമറ്റോളജിസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞോണ്ടായിരിക്കാം, നിങ്ങൾ പുരോഹിതനെ പോയി കണ്ട് കൺഫേം ചെയ്യണം നിങ്ങൾ ഓക്കെ ആണെന്ന്, എന്നാലേ നിങ്ങൾക്ക് പാളയത്തിലേക്ക് മടങ്ങി വരാനൊക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ 10 പേരിൽ ഒരാൾ മാത്രമേ മടങ്ങി വന്നുള്ളൂ. കർത്താവ് രോഗസൗഖ്യം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവൻ സൗഖ്യം പ്രാപിച്ചിട്ട് നരകത്തിൽ പോകാനല്ല, സൗഖ്യം പ്രാപിച്ചിട്ട് നിത്യതയിൽ പോകണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. മടങ്ങി വന്ന് ആരാധിച്ചില്ല എങ്കിൽ ഇവന്റെ സൗഖ്യം കൊണ്ട് ഈ ഭൂമിയിൽ അവന് ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ. സൗഖ്യം കിട്ടിയിട്ട് ദൈവത്തെ ആരാധിച്ചതിൽ അവന് നിത്യതയിലും പോകാനുള്ള സാധ്യതയുണ്ടായി. പലപ്പോഴും നമുക്കത് സാധിക്കാതെ വരുന്നതാണ് പ്രശ്നമാകുന്നത്. ചെറിയ അസുഖമല്ല, വലിയ അസുഖം സൗഖ്യം കൊടുത്തു കർത്താവ്. എന്നിട്ട് കർത്താവിനെ മടങ്ങി വന്ന് ആരാധിച്ചത് ഒരാളാണ്. എൻ്റെ അർത്ഥം രോഗസൗഖ്യം കിട്ടുന്നതിൽ 10-1 കർത്താവിനെ ആരാധിക്കുവാൻ തിരിച്ചു വരുവാൻ സാധിക്കുള്ളൂ. ഈ അത്ഭുതമെന്ന് നിങ്ങളെ ഈ സുവിശേഷം പഠിച്ചു കഴിഞ്ഞാൽ 3 സുവിശേഷങ്ങളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ് മുഴുവൻ എന്ത് കണ്ടാലും അത്ഭുതം എന്ന് എഴുതും. പക്ഷെ യോഹന്നാൻ അത്ഭുതം എന്നൊരു വാക്ക് എഴുതിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് മുഴുവൻ അടയാളമായിട്ടാണ് എഴുതിയേക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ കമ്പാരിറ്റീവ് ഗോസ്പൽ സ്റ്റഡി നടത്തുമ്പോൾ മനസ്സിലാകും. മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും രോഗിയെ സൗഖ്യമാക്കുമ്പോൾ, കുഷ്ഠരോഗി സുഖമാകുമ്പോൾ, അഞ്ചംഗപ്പെട്ടം കൊണ്ട് 5000 പോഷിപ്പിക്കുമ്പോൾ, കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ അതൊക്കെ അത്ഭുതമാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് ഇതൊക്കെ അടയാളമാണെന്ന്. അടയാളവും അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ്? എക്സിറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിലെ വെളിപ്പാവുന്ന കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അടയാളം. ഒരാൾ സൗഖ്യം പ്രാപിച്ചാൽ അവൻ കർത്താവിങ്കിലോട്ട് ചെന്നില്ല എങ്കിൽ ആ സൗഖ്യം കൊണ്ട് ഒരർത്ഥവുമില്ല. അവൻ രോഗിയായി ജീവിച്ച് മരിക്കുന്നത് നല്ലത്. സൗഖ്യം കിട്ടിയവൻ യേശുവിനെ കൂടെ അറിയുവാനിടയാകണം. സൗഖ്യം കിട്ടിയവൻ യേശുവിങ്കിലേക്ക് പോകുവാൻ ഒരു മാർഗമായിരിക്കണം സൗഖ്യം. അത് അടയാളമാണ്. യോഹന്നാൻ, അതുകൊണ്ടാണ് യോഹന്നാൻ എപ്പോഴും ഈ 4 സുവിശേഷങ്ങൾ എന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ആദ്യത്തെ 3 സുവിശേഷങ്ങളെയും പറയുന്നത് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ്. അത് ഒരേപോലുള്ള സുവിശേഷങ്ങളാണ്. യോഹന്നാൻ മാത്രമേ യേശുവിനെ ദൈവമായിട്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ കണക്ട് ചെയ്തത് മുഴുവൻ ദൈവത്തിങ്കിലേക്കാ. മത്തായി മേളിലോട്ട് നോക്കി ചെന്നപ്പോൾ അബ്രഹാമിന്റെ അവിടെ ചെന്നപ്പോൾ നിന്നു. കാരണം മത്തായി യഹൂദനാണ്. യഹൂദന് എത്ര പോയാലും അബ്രഹാമിന് അപ്പുറത്ത് പോകാനും പുള്ളിക്ക് പറ്റത്തില്ല. പക്ഷേ യോഹന്നാൻ നോക്കി അങ്ങ് ചെല്ലുമ്പോൾ മർക്കോസ് ഒന്നും എഴുതിയില്ല, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് മാത്രമേ എഴുതിയുള്ളൂ. ലൂക്കോസ് ജാതീയനായോണ്ട് അതുമായിട്ട് പുള്ളിക്ക് വലിയ ബന്ധവുമില്ല. എന്നാൽ യോഹന്നാൻ പറയുകയാണ് യേശു ദൈവമായിരുന്നു. രോഗസൗഖ്യം കിട്ടുമ്പോൾ, കുഷ്ഠരോഗം മാറുമ്പോൾ, മരിച്ചവൻ ഉയർക്കുമ്പോൾ, കടലും കരയും ശാന്തമാകുമ്പോൾ അവൻ ചൂണ്ടുന്നൊരു പലകയാണ്, അത് യേശുവിൽ എത്തിച്ചേരണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂതങ്ങൾ രോഗസൗഖ്യമാകുന്നതിലല്ല കാര്യം, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതിലാണ് കാര്യം. ഇനി മത്തായിയുടെ സുവിശേഷം തന്നെ 7-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ വളരെ കോൺട്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. രോഗസൗഖ്യം കിട്ടിയവരെല്ലാം സ്വർഗത്തിൽ പോകത്തില്ല, രോഗസൗഖ്യം കൊടുത്തവരും പോകത്തില്ല എന്നുള്ള രസം. രോഗസൗഖ്യം കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഈ ടെലിവിഷനിലെ ഒരുപാട് പൈസ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ, അദ്ദേഹം ബെനിഹിൻ. ഇപ്പം പുള്ളി മാപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ തെറ്റിപ്പോയി. പുള്ളി കോടികളുണ്ടാക്കി, പ്ലെയിനും ഒക്കെ മേടിച്ചു, രോഗസൗഖ്യം കൊടുത്തതാ. പക്ഷേ കർത്താവ് അവിടെ ചെല്ലുമ്പം പറയാൻ സാധ്യതയുള്ളൊരു വാക്കാണ് ഇവിടെ പറയുന്നത്, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, പിന്നെന്ത് ചെയ്തു? നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു. പക്ഷേ സ്വർഗവുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നു ഇവർക്ക്. സ്വർഗവുമായിട്ട് ബന്ധമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് വേദോസം പറയുന്നത്. നിങ്ങൾക്ക് സ്വർഗവുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ രോഗികൾ സൗഖ്യമായെന്നിരിക്കും, നിങ്ങൾ പ്രാർത്ഥിച്ച് ഭൂതം സൗഖ്യമായെന്നിരിക്കും. പലരും അത്ഭുത രോഗശാന്തിയും മിറക്കിൾ ലൈഫും ഒക്കെ നടത്തുന്നത് പലരും ഈ നടത്തിയവരാരും അങ്ങ് കാണത്തില്ല. ചിലപ്പം കിട്ടിയവർ ചിലപ്പം കണ്ടെന്നിരിക്കും.
പക്ഷെ പേര് സ്വർഗത്തിലുള്ളവരെല്ലാം അവിടെ കാണാൻ. കർത്താവിൻ്റെ ദാസൻ കർത്തൃമേശയ്ക്ക് മുമ്പേ പറഞ്ഞു, നിങ്ങൾക്ക് ബന്ധം കർത്താവുമായിട്ടുണ്ടാകണം. മറ്റ് നിങ്ങളുടെ പേരിവിടെ എഴുതിയതുകൊണ്ടോ നിങ്ങളിവിടെ സ്നാനപ്പെട്ടത് കൊണ്ടോ ഒന്നും നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ഗ്യാരണ്ടി ഭാഷ കൊടുക്കുമോ? ഇല്ല. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനെ ഇവരൊക്കെ നല്ല നിഷ്കളങ്കർ. ഞാനിവിടെ വന്നപ്പോൾ ഒബ്സർവ് ചെയ്ത ഒരു പ്രധാന കാര്യം, ഇവർ വളരെ നിഷ്കളങ്കരാണ് ഈ കുഞ്ഞുങ്ങൾ. സത്യം മാത്രമേ അവർ പറയാറുള്ളൂ. ഇനി അടുത്ത സമയത്ത് ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളും കണ്ടു കാണുമെന്ന് എൻ്റെ ചിന്ത. ഈ മെൻ്റലി റിട്ടാർഡായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഓട്ട മത്സരം നിങ്ങളൊക്കെ കണ്ടു കാണും വീഡിയോ. അപ്പോൾ അവരെല്ലാം ലൈനിൽ നിർത്തി ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു 1 2 3 ഓടിക്കാട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി ദൂരം ഓടിയപ്പോൾ അതിലൊരു ഇച്ചിരി കാല് വല്ലാണ്ടിരുന്ന ഒരു കുഞ്ഞ് അവിടെ വീണു കഴിഞ്ഞോണ്ടേ മുന്നേ പോയ ആ കൊച്ചൻ വന്ന് ഇവനെ കൂടെ എണ്ണിപ്പിച്ചിട്ട് ഓടിപ്പിക്കുക. അവന് ഫസ്റ്റ് കിട്ടാൻ സാധ്യമുള്ള, പക്ഷേ തൻ്റെ കൂട്ടുകാരൻ വീണപ്പോൾ നമ്മളാന്നേ ഒരു ചവിട്ടൂടെ കൊടുക്കും, അവനവിടെ കിടക്കും. ഒരു കൂട്ടുകാരൻ വീഴുമ്പോൾ അവനെ ചവിട്ടുകയല്ല, അവനെ കൂടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതിലാണ് കർത്താവിന് കാര്യം. മനസ്സിലായോ? ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ അവർ വളരെ പ്രതിസന്ധികളിൽ കൂടെ ഒക്കെ പോകുന്നവരാണ് ഇവർ. ഞാനിവിടെ പറഞ്ഞു തരത്തില്ലെങ്കിലും ഞാൻ വായിച്ചൊരു സംഭവം പറയാം. ഈ അമേരിക്കയിൽ എവിടെയോ ഒരു സൺഡേ സ്കൂളിൽ ഒരപ്പൻ പഠിപ്പിച്ചൊരു കഥ. അപ്പന് ഈ കുഞ്ഞിനെ പഠിപ്പിക്കും, നമ്മളെല്ലാം സ്വർഗത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, അങ്ങനെ നമ്മളുണ്ടായതാന്ന് പറഞ്ഞു. അമ്മ ബയോളജി ടീച്ചറാണ്. അമ്മ സ്കൂളിൽ ചെല്ലുമ്പം കുരങ്ങിൽ നിന്ന് നമ്മളുണ്ടായതാണ്. അപ്പം കൺഫ്യൂഷനായി കുഞ്ഞ് വീട്ടിൽ വന്ന് അപ്പനോട് ചോദിച്ചു, അപ്പം ഇതിലേതാ ഞാൻ വിശ്വസിക്കണ്ടേ? ഞാൻ കുരങ്ങിൽ നിന്ന് വന്നതാണോ അതോ എന്നെ ദൈവം സൃഷ്ടിച്ചാണോ? അപ്പോൾ അപ്പനും കൺഫ്യൂസായി, എന്തോ പറയണ്ടേ. ഞാൻ പറഞ്ഞു, അത് ഭാര്യയുടെ വീട്ടുകാരല്ല അങ്ങനെ, ഞങ്ങളുടെ വീട്ടുകാരിങ്ങനെയാണ്. അപ്പം അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിത്യതയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെത്തണം. മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാലക്കാട് നടന്ന ICPFൻ്റെ ഒരു ക്യാമ്പിൽ ഒരു ചോദ്യം വന്നു. ചോദ്യം ഇത്രയേ ഉള്ളൂ, മൊബൈലും ഇൻ്റർനെറ്റും TV ഇല്ലാത്ത കാലത്ത് ആദാവുമായും തെറ്റിപ്പോയി, പിന്നെ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ്? പലപ്പോഴും അവരെ തെറ്റിക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ പ്രഷറിലാണ് അവർ ജീവിക്കുന്നത്. ആ പ്രഷറിൻ്റെ ഇടയിൽ അവരെ നിത്യതയിൽ എത്തിക്കാനാണ് കൂടുതൽ കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ശലോമിനോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്കൊരു സോഷ്യൽ ലൈഫ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കിഡ്സ് ചർച്ച് കമ്പൽസറി. നിങ്ങൾ ഇച്ചിരി പൈസ മുടക്കിയായാലും നിങ്ങളുടെ തലമുറയെ സേവ് ചെയ്യുകയാണ്. അവർക്ക് എല്ലാ ദിവസവും വന്ന് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിപ്പിച്ച് അവരെ പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ വന്നൊന്ന് കളിക്കാനും അവർക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാനും. അവർ പിന്നെ അടുത്ത സാഹിബിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവർ അടുപ്പിക്കത്തില്ല, ഇവരെ അങ്ങോട്ട് പഠിപ്പിക്കത്തില്ല. അവരെവിടെ പോയി കളിക്കും? ദൈവം പോലും ഉത്സവമൊക്കെ കൊടുത്തത് എന്തിനാ? മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു അങ്ങനെ ഒരു ഗ്യാപ്പ് കൂടെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരെ വളർത്തിക്കൊണ്ടുവരും. ഈ മാനസാന്തരത്തെപ്പറ്റി ദൈവവചനം പറയുന്നതെന്നു പറയട്ടെ. ബീയിങ് ക്രിസ്ത്യൻ ഈസ് നോട്ട് എ ജനറ്റിക് കണ്ടീഷൻ. അതുകൊണ്ടാണ് ഈ മാനസാന്തരത്തിൻ്റെ ആവശ്യം പറയുന്നത്. ബീയിങ് ക്രിസ്ത്യൻ ഈസ് നോട്ട് എ ജനറ്റിക് കണ്ടീഷൻ. എന്നാൽ എൻ്റെ ജനറ്റിക് കണ്ടീഷൻ എന്താ? 2 കണ്ണ്, മൂക്ക്, വായ, കയ്യ്, കാല്, ഇതൊക്കെ എൻ്റെ ജനറ്റിക് കണ്ടീഷൻ. ബീയിങ് ക്രിസ്ത്യൻ ഈസ് നോട്ട് എ ജനറ്റിക് കണ്ടീഷൻ. നമ്മളെല്ലാം മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ അവർ ക്രിസ്ത്യാനിയായിത്തീരുന്നു, അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലേക്ക് വരുവാനിടയായിത്തീരുന്നു. ക്രിസ്ത്യാനി ആകുന്നത് ഒരുവൻ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടെ അവൻ കർത്താവിനെ സമർപ്പിക്കുമ്പോഴാണ്. അതാണ് ദാസൻ ഇവിടെ പറഞ്ഞതിനകത്തെ ഒരു വലിയ ഫാക്റ്റാണത്. അല്ലെങ്കിൽ ഒരു മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടി ആയിരിക്കണമെന്നില്ല. എല്ലാ ഇന്ദ്രിയങ്ങളോടും കൂടെ യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ മാനസാന്തരപ്പെടുന്നത്. കർത്താവ് അതുകൊണ്ട് പറഞ്ഞേ, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണം. നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടോ നിങ്ങൾക്ക് സന്തോഷം കിട്ടിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ഈ ഭൂമിയിൽ എല്ലാ സന്തോഷവും കിട്ടുന്നതിനേക്കാൾ, ആ ധാന്യവും വീഞ്ഞും വർദ്ധിച്ച് കിട്ടുന്നതിനേക്കാൾ ദൈവരാജ്യത്തിൽ നമ്മുടെ പേര് എഴുതുമ്പോഴാണ് നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കുന്നത്. ഈ സന്തോഷത്തിന് മച്യൂരിറ്റി ഒരാവശ്യമാണ്. മച്യൂരിറ്റി ഇല്ലാതെ സന്തോഷിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാനിയലിനെ വിളിച്ചിട്ട് ഞാൻ ഒരു ഐസ്ക്രീമും 1 മില്യൺ പൗണ്ടും എഴുതി കൊടുത്താൽ അവൻ ആദ്യം മേടിക്കുന്ന ഏതാ? അവൻ ഐസ്ക്രീം മേടിക്കും. അതേസമയം അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് കൊടുത്താലോ?
എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് ഈ മച്ചുരുട്ടിയുടെ വിഷയം. ഈ സന്തോഷം എന്ന് പറയുന്നത് അല്പം മച്ചുരുട്ടിയും കൂടെ വേണ്ടിയതാണ്. പലർക്കും മച്ചുരുട്ടി ഇല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. മച്ചുരുട്ടി ഇട്ടിട്ട് ഉണ്ടെന്ന് ഉറപ്പായിട്ട് സ്നാനപ്പെടുത്താവും. കർത്താവിന്റെ ദാസൻ പറഞ്ഞതിനകത്ത് ഒരു ഫാക്റ്റ് അതാണ്. ക്രിസ്ത്യൻ മച്ചുരുട്ടി വരാതെ സ്നാനപ്പെടുത്തുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. ക്രിസ്ത്യൻ മച്ചുരുട്ടി ഉണ്ടാകണം. പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് കർത്താവിൻ്റെ ദാസൻ കഷ്ടപ്പെട്ട് പിന്നെ അല്ലേ മച്ചുരുട്ടി ഉണ്ടാക്കിയെടുക്കണം. ആ മച്ചുരുട്ടിയിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസം. നമ്മളിൽ പലരും മാനസാന്തരപ്പെട്ട ശേഷം എനിക്ക് കാണാവുന്ന പല കാര്യങ്ങളുണ്ട്. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വീട് കിട്ടിയതോ കാറ് കിട്ടിയതോ ഒക്കെ നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കും. കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ കാണാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നറിയോ? റോമാലേഖനം 8:10 മുതൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോയായിരുന്നു. നമ്മുടെ ആത്മാവ് നിത്യജീവൻ അർഹനാകുന്നു. ഈ കുഞ്ഞ് രക്ഷിക്കപ്പെട്ട യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ച ഒരു പൈതൽ രക്ഷിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം പറയുമ്പോൾ കാണാതെ നടക്കുന്ന ഒരു കാര്യമാണ് നിത്യതയിൽ അവന് ജീവൻ നിത്യതയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്നു, നിത്യത ലഭ്യമാകുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം എനിക്ക് നിത്യജീവൻ യേശുക്രിസ്തുവിൽ കിട്ടിയത് കൊണ്ടാണ്. അതായത് ഇംഗ്ലണ്ടിൽ വരാൻ സാധിച്ചുകൊണ്ടോ, കുവൈറ്റിൽ പോകാൻ കഴിഞ്ഞതുകൊണ്ടോ, നല്ല വാഹനം മേടിച്ചതുകൊണ്ടോ, നല്ല കുഞ്ഞുങ്ങളെ ലഭിച്ചുകൊണ്ടോ അല്ല. നിങ്ങൾക്ക് നിത്യജീവൻ നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കണം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുകയും ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടത്. എനിക്ക് നിത്യജീവൻ യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ചു. ഗലാത്യലേഖനത്തിൽ പറയുന്നത് ഗലാത്യലേഖനം 3:13 പറയുന്നത് പാപത്തിൽ നിന്ന് മോചനവും അനുഗ്രഹവും സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതൊക്കെ ശാപത്തിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട്. ഒരാൾ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ശാപമോ നിങ്ങൾക്ക് ലഭിച്ച ശാപമോ അത് മോചിക്കപ്പെടുന്നത് സുവിശേഷത്തിൽ കൂടാണ്. അതിന് പ്രത്യേക പിന്നെ വേണമെന്നുമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളുടെ ശാപം മോചിച്ചു തരുന്നു. യോഹന്നാൻ ആ വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കും. യോഹന്നാൻ 3:14-15. ആ ആ ആ ആ കാണാതെ പഠിച്ച് നമ്മളൊക്കെ വെക്കുന്നൊരു വാക്യമാണ്. നാം മാനസാന്തരപ്പെടുമ്പോൾ നമുക്കറിയാതെ നടക്കുന്ന 3 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. 1, നിത്യജീവൻ ലഭിക്കുന്നു. 2, ശാപത്തിൽ നിന്ന് നാം മോചനം പ്രാപിക്കുന്നു. 3, മരണം മാറി ജീവനിലേക്ക് കടക്കുന്നു. മരണം മാറി ജീവനിലേക്ക് കടക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഭയം അവന് മരണമാണ്. 2 ഭയമുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്റ്റേജ് ഫിയറും രണ്ടാമത്തേത് മരണഭയവും എന്നാണ്. മരണഭയം മാറി ഞാൻ ഇന്ന് മരിച്ചാൽ നിത്യതയിൽ എത്തുമെന്നുള്ള വലിയ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള എനിക്ക് പറയാനുള്ള ഏറ്റവും പരമപ്രധാനമായ സത്യം, എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയം, നിങ്ങൾ മരണം മാറി നിത്യജീവൻ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാൻ കർത്താവിന് ഇഷ്ടം തോന്നി. ഇനിയും ലോകത്തിൽ പേരെഴുതുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പഞ്ചായത്തിലോ ഇവിടെ കൗൺസിലിലോ ഒക്കെ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമായിരിക്കാം. പക്ഷേ പണ്ടൊക്കെ ഞങ്ങളൊക്കെ ബോംബെക്കാണ് പോകുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച ഒരു ടിക്കറ്റ് എടുത്ത് ബോംബെ പോകും, ജോലി വല്ലതും കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ട്രെയിനിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വാതുക്കൽ ഇങ്ങനെ നോക്കും, എന്തോ നോക്കുന്നത്, പേരുണ്ടോയെന്ന്. 3 ദിവസം മൂട്ടകടിയുണ്ട്, ബോംബെ വരെ പാവെന്നുള്ള സന്തോഷമാണ്. പക്ഷേ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയാൽ നിത്യജീവൻ നിങ്ങൾക്ക് പ്രാപിപ്പാനിടയായിത്തീരും. വെളിപ്പാട് പുസ്തകം 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും നമുക്കങ്ങനെ ഉറപ്പ് തന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതി ഓർത്ത് സ്തോത്രം. നമുക്ക് സൗഖ്യം കിട്ടുന്നോ, വീട് കിട്ടുന്നോ, നല്ല ജോലി കിട്ടുന്നോ, നല്ല രാജ്യത്ത് താമസിക്കുന്നതിനേക്കാൾ കർത്താവിനോടൊപ്പം നമ്മൾ നിത്യകാലം വാഴുന്ന ആ വലിയ സുപ്രഭാതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ വീണ്ടും ഒരവസരം തന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും നന്ദി പറയുന്നു. ദൈവം വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, ഇല്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.